വെൽക്കം ടു വിനേസ് അക്കാഡമി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2023-24 വർഷങ്ങളിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന കുറേ എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു. 2023 ബൾക്ക് നോട്ടിഫിക്കേഷൻസുമായിട്ട് ബൾക്ക് വേക്കൻസി ആയിട്ടുള്ള പ്രോഗ്രാമർ എക്സാം നടന്നിരുന്നത്. 3-4 ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കോമൺ എക്സാം ആയിട്ടാണ് നടന്നിരുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതേ സിലബസ് പ്രകാരമാണ് 2024 ഡിസംബർ 30 നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ പരീക്ഷ നടന്നത്. അതേ സിലബസ് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന 2025 നടക്കാൻ പോകുന്ന 2 പ്രോഗ്രാമർ എക്സാമുകൾക്ക്. പ്രോഗ്രാമർ പരീക്ഷകൾ എന്ന് പറയുന്നത് നമുക്ക് ബിടെക്, CS, IT, അതുപോലെ തന്നെ MTech, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc IT പോലുള്ള ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എക്സാമ്പിൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാമറിൻ്റെത്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമിന് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ അഥവാ അത്യാവശ്യം ഒന്ന് പുറകിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആ സെയിം സിലബസ് തന്നെ ആയതുകൊണ്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സാമിനകത്ത് മികച്ചൊരു റാങ്ക് നേടാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, സിലബസ് എല്ലാം സെയിം തന്നെയാണ്. 2025 2 എക്സാമുകളാണ് പ്രോഗ്രാമറിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് 2025 വരുന്ന എക്സാമുകൾ എന്ന് പറഞ്ഞാൽ ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലായിരിക്കും 2 എക്സാമുകൾ ഉള്ളത്. ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ പോസ്റ്റാണ്. 2024 125/2024 എന്ന കാറ്റഗറി നമ്പർ പ്രകാരം കേരളത്തിലുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്, നമ്മുടെ CET, ബാർമഹിൽ, RIT, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. 125/2024 അതിന്റെ കാറ്റഗറി നമ്പർ. അതിന്റെ എക്സാം ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിൽ അവൈലബിൾ ആണ്. സ്ലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു മാസത്തിൽ എക്സാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജൂലൈ മാസം ആവാം, അല്ലെങ്കിൽ സെപ്റ്റംബർ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അതിന്റെ എക്സാം വരും. അതേപോലെ തന്നെ 242/2024 കാറ്റഗറി പ്രകാരം കേരാഫെഡിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ നോട്ടിഫിക്കേഷൻസും ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. രണ്ടും ഈ പറഞ്ഞ ഒരു സ്ലോട്ടിലാണ് എക്സാം. അപ്പോൾ കമ്പൈൻഡ് എക്സാം ആയിരിക്കും, ഒറ്റ എക്സാം ആയിരിക്കും, 2 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ സിലബസിനകത്ത് നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട. പഴയ സിലബസ് തന്നെ ആയിരിക്കും. അത് അപ്ഡേറ്റഡ് സിലബസ് ആണ്. മാത്തമാറ്റിക്സ് വരുന്ന, അതുപോലെ തന്നെ നമ്മുടെ കോർ പേപ്പേഴ്സ് എല്ലാം വരുന്ന സിലബസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ സിലബസിന്റെ ബേസ് ചെയ്ത് പഠിക്കുക. ലാസ്റ്റ് ഡിസംബർ 30 നടന്ന എക്സാമിന്റെ സെയിം സിലബസ്, അതായത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്കുള്ള സെയിം സിലബസ് തന്നെയായിരിക്കും ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. സോ അതിനുവേണ്ടിയുള്ള കോഴ്സ് നമ്മുടെ വിനേസ് അക്കാഡമിയിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് കണ്ടു നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്നത് കംപ്ലീറ്റ്ലി സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ടാവും. അതിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റബിൾ ഫോർമാറ്റിൽ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന്റെ എക്സാമുകൾ ഉണ്ടാവും, MCQ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും പക്കായിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ് കണ്ടു നോക്കണമെന്നുണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ വിനേസ് എഡ്യൂടെക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡെമോ ക്ലാസ് കണ്ടു നോക്കിയിട്ട് അഡ്മിഷൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.